ഓരോ വർഷവും അഭിവൃദ്ധി മാത്രമുള്ള ഒരു ക്ഷേത്രത്തിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ചക്കരക്കാട്ട് ഭഗവതി ക്ഷേത്രം. ഇത് പെരുമ്പാവൂർ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു നല്ല ക്ഷേത്രം. ഒരു ചെറിയ കാവായിരുന്നു അതിൻ്റെ തുടക്കം. ആ കാവിൽ നിന്നും പതുക്കെ 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 വളർന്ന് ഒരു വലിയ ക്ഷേത്രമായി മാറി. ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇന്ന് പോയി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. എങ്ങനെ ഉണ്ടായിരുന്നു, അതാണ് ഡെവലപ്മെൻറ്റ്. ഓരോ വർഷവും ഇതിൽ ദേവസ്വം ബോർഡോ അങ്ങനെ ഒന്നുമില്ല, അവിടുത്തെ നാട്ടുകാരുടെ സഹകരണം മാത്രം. അതിൽ എടുത്തു പറയേണ്ട ആൾക്കാരുണ്ട്, അത് ഞാൻ വരുമ്പോൾ പോകെ ഞാൻ പറയാം. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു മീനഭരണി മഹോത്സവമാണ്. അവിടെ പൊങ്കാലയുണ്ട്, അതേപോലെ തന്നെ മുടിയേറ്റുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു തിരുവാതിര കളിയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ തിരുവാതിര കളിക്കാൻ വരുന്നുണ്ട്. കൈകൊട്ടിക്കളി ഇത് കണ്ടില്ല, ഇതൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. അവിടുത്തെ അവർ കുറച്ച് കുട്ടികൾ, നല്ല രസമായിരുന്നു. ഈ മുരുകനൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ വന്ന് കൈകൊട്ടിക്കളി കാണുന്നു. ആ നാട്ടുകാർക്ക് ഇപ്പോൾ അതൊരു ഉത്സവമാണ്. കാരണം പൊങ്കാല ഒരുപാട് വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാലയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പൊങ്കാലയ്ക്ക് ഒരുപാട് അവിടുത്തെ നാട്ടുകാരിപ്പോൾ വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അമ്പലത്തെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് പോയി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പോൾ കണ്ടില്ലേ, അന്നദാന മണ്ഡപം. ഒരു വലിയ ഷെഡ് ഇട്ട് അത് ഇങ്ങനെ കറക്റ്റായിട്ട് തറ കെട്ടി അതിൽ സ്റ്റേജ്, അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേജ് പണിത്, അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിന് ഏത് ലെവൽ, ഒരു വലിയ അമ്പലം പോലെ അല്ലെങ്കിൽ ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഈ നാട്ടുകാരുടെയും ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശിവൻ എന്നാണ്. ഈ ശിവൻചേട്ടനാണ് ഈ അമ്പലം ഈ ലെവലിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന രീതിയുണ്ട്, ഇത് ദേവി അല്ലെങ്കിൽ ഭഗവതി എന്നോട് പറയണതാണ്, അത് ഞാൻ എന്നിലൂടെ ചെയ്യുന്നു. അദ്ദേഹം തന്നെയാണ് എടുത്തു പറയാം. ഇതിൽ ഞാൻ ഈ പറയുന്നതിനോട് ആർക്കും ഒരു വിയോജിപ്പും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒരാളുടെ പ്രയത്നമാണ്. അദ്ദേഹത്തിനോടൊപ്പം ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ ഒരാളെ മാത്രം എടുത്തു പറയുന്നത് ശിവൻ, എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല. നാട്ടുകാർ തന്നെയാണ് ആ അമ്പലത്തിൻ്റെ മുന്നോട്ടുള്ള അഭിവൃദ്ധിക്ക് കാരണം എല്ലാവരും കൂടി സംഭാവന ചെയ്ത്. അപ്പോൾ അതിനൊരു മുൻകൈ അല്ലെങ്കിൽ അതിനൊരു മുൻകൈ എടുക്കാൻ ഒരാൾ വേണം. അതാണ് നമ്മളുടെ ശിവൻചേട്ടന് ഒരു വലിയ കയ്യടി കൊടുക്കണം. കാരണം ഇങ്ങനൊരു ചെറിയ കാവിൽ നിന്നും ഒരുപാട് നാട്ടുകാരും ഒരുപാട് സമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പതുക്കെ 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 വളർന്ന് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ശിവൻചേട്ടൻ തന്നെയാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത്. അതിനുവേണ്ടി കൂടെ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം ഞാൻ പേര് പറയുന്നില്ല. എല്ലാവർക്കും ഒരു വലിയ കയ്യടി. അങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രത്തിനെ പരിചയപ്പെടുത്താൻ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാട്ടാരെ വളരെ ആടെല്ലാം ചനിക്കാക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് മുടിയേറ്റ്. മുടിയേറ്റ് എന്ന് പറയുന്നത് ഒരു കലാരൂപമാണെങ്കിൽ കൂടിയും ഒരു ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആചാരവും വിശ്വാസവും ഒക്കെ മുറുകെ പിടിച്ചിട്ടുള്ളൊരു കലാരീതിയാണ്, കലാരൂപമാണ് മുടിയേറ്റ്. 2010 യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മുടിയേറ്റ്. ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ളൊരു യുദ്ധം അത് രസകരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അത് രസമാണ് കേട്ടോ കാണാൻ. നമുക്കൊരു കുറച്ച് പേർക്കെങ്കിലും ഭയപ്പെടുത്തുമെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കലാരൂപമാണ് മുടിയേറ്റ്. നിങ്ങളുടെ അടുത്ത് ഇത് കേരളത്തിൻ്റെ തെക്കോട്ടും വടക്കോട്ടുമില്ല, ഇതൊരു മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു കലാരൂപം കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പെരുമ്പാവൂരുണ്ട്, കോട്ടയം ഭാഗത്തൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് പേർ. അപ്പോൾ നിങ്ങൾ ഈ മുടിയേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇത് കാണണം. നിങ്ങളുടെ കുട്ടികളെ ഇത് കാണിക്കണം. ഇത് ഒരു ഗ്രാമത്തിൻ്റെ ക്ഷേമത്തിനും അവിടുത്തെ ബുദ്ധിമുട്ട് ദോഷങ്ങളെല്ലാം മാറുവാനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു മുടിയേറ്റ് ആ ഒരു നാട്ടിലുള്ള ആ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇത് കൂടുതലും ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതെന്താണെങ്കിലും പോയി കാണേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഭദ്രകാളി പുറപ്പെടാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആദ്യം ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും തുടങ്ങും. അവിടെ നിന്നും തിരുമേനി എല്ലാം പ്രാർത്ഥിച്ച് അവിടെ നിന്നും ഇദ്ദേഹത്തിൻ്റെ ഈ കിരീടം കണ്ടില്ലേ തലയിലുള്ളത്, അതിങ്ങനെ തലയിലേക്ക്
വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭദ്രകാളിയായി മാറി. ഈ ബാക്കിലുള്ള കുരുത്തോല മുഴുവനും നമ്മളുടെ മുടിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഇത് ഈ കിരീടം ഊരുമ്പോൾ ആ മുടി കെട്ടിവെക്കും, കിരീടം തലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മുടി അഴിച്ചിടും. ഇതൊക്കെ ഒരു വല്ലാത്ത ഭാവങ്ങളാണ്, ഒരു വല്ലാത്ത രൂപമാണ്. നമുക്കത് കാണുമ്പോൾ പേടിയാവും. ഇവിടെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുകളെല്ലാം ഓഫാക്കി ഈ പന്തത്തിൻ്റെ വെളിച്ചത്തിലാണ് ഭദ്രകാളി ഇങ്ങനെ വരുന്നത്. അത് കാണാനൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. ഒരു സമയം കഴിയുമ്പോൾ ഭദ്രകാളിയായി മാറും. അത് നമുക്ക് കാണാൻ പറ്റും ആ കണ്ണുകളിലുമെല്ലാം. അതൊരു എന്താ പറയണത്, അങ്ങനെ ഒരു സമയം ആവുമ്പോഴത്തേനും ഇവർ ആ കിരീടം തലയിൽ നിന്നും ഊരും. അപ്പോഴാണ് നോർമൽ ആ ഒരു വ്യക്തിയിലേക്ക് മാറുക. അപ്പോൾ ഈ കിരീടം വയ്ക്കുമ്പോഴാണ് ആ ഒരു പവർ ഉണ്ടാകുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളത് നേരിട്ട് പോയി കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു മുടിയേറ്റ് അവതരിപ്പിക്കുന്നത് ശങ്കരൻകുട്ടി മാരാർ കീഴിലം സംഘമാണ്. അവരാണിത് അവതരിപ്പിക്കുന്നത്. ഞാൻ പലവരും പറയണ കേട്ടിട്ടുണ്ട് ഇവരുടെ മുടിയേറ്റിനൊരു പ്രത്യേകതയുണ്ട് എന്ന്. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നമുക്കൊരു വല്ലാത്ത ഫീലാണ്. ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇതിൽ ദൈവിക ഭാവവും എല്ലാം ഉണ്ടെങ്കിലും ഇതിൽ തമാശ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ മൊത്തത്തിൽ എല്ലാ രീതിയിലും മുടിയേറ്റ് കണ്ടിരിക്കേണ്ട ഒരു കലാരൂപമാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇതുപോലുള്ളൊരു വ്യത്യസ്തമായ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചക്കരക്കാട്ട് കാവ് അല്ലെങ്കിൽ ചക്കരക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴേണ്ടതാണ്. ശക്തിയുള്ളൊരു ദേവിയാണ്. വേറൊന്നും പറയാനില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറൊന്നും പറയാനില്ല. ഇതുപോലുള്ള ആചാരങ്ങളും എല്ലാം മുന്നോട്ട് പോകുക തന്നെ വേണം. അതിന് നമ്മുടെ പുതിയ തലമുറയെ അത് പരിചയപ്പെടുത്തണം. അത് നമ്മളുടെ ചുമതലയാണ്.